പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മിശിഹായിൽ സ്നേഹിക്കപ്പെട്ടവരെ, എൻ്റെ ദിവ്യകാരുണ്യ അനുഭവങ്ങൾ ഒന്നൊന്നായി ഞാൻ നിങ്ങളുടെ ഹൃദയം തുറന്ന് പങ്കുവെക്കുകയാണല്ലോ. ഇത് എൻ്റെ 9ാമത്തെ എപ്പിസോഡ് ആണ്. പ്രിയമുള്ളവരെ, ആദ്യ വെള്ളിയാഴ്ച ഭക്തിയാണ്. എൻ്റെ മിഴികളെ തുറപ്പിച്ച ഒരു സംഭവമാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ അമ്മയുടെ അമ്മ, അമ്മച്ചി, വല്യമ്മച്ചി എന്ന് വിളിക്കുമായിരുന്നു. ജീവിതത്തിൻ്റെ അവസാനത്തിൽ ക്യാൻസർ വന്ന് മരിക്കുന്നു. തിരുവനന്തപുരത്ത് ക്യാൻസർ ആശുപത്രിയിലായിരുന്നു. ഞാനിപ്പോൾ ഓർക്കുന്നു, കവള് വാർപ്പ് എന്ന് പറയുമായിരുന്നു. ഈ കവളൊക്കെ പഴുത്ത് അഴുകി വെള്ളമൊഴുകുമായിരുന്നു. തിരികൊണ്ട് എടുത്ത് കളയുമായിരുന്നു. ഏറെ സഹനങ്ങൾ സഹിച്ചു. ഒത്തിരി സ്നേഹമുള്ള ഒരു വല്യമ്മച്ചിയായിരുന്നു. ചെറുപ്പത്തിലെ വിധവയായി മക്കളെ വളർത്തി. എൻ്റെ അച്ചാച്ചൻ അപ്പൻ മരിച്ചു കഴിഞ്ഞ് എല്ലാ ആഴ്ചയിലും ശനി ഞായറും ഞങ്ങളെ കാണാൻ വരുമായിരുന്നു. നടന്ന് ഏകദേശം 5-6 കിലോമീറ്റർ നടക്കണം. ചേർക്കടവിൽ നിന്ന് ചെറുവള്ളിക്ക് കുറുക്ക് വഴിയൊക്കെ ഉണ്ട്. ആ സ്നേഹമുള്ള അമ്മച്ചിയുടെ ഒരു വലിയ ഭക്തിയായിരുന്നു ആദ്യ വെള്ളി ഭക്തി. അവൻ്റെ അപ്പൻ്റെ അമ്മ അങ്ങനെയായിരുന്നു. അപ്പം അങ്ങനെ ഏറെപ്പേർ എനിക്കറിയാം. എൻ്റെ ഇടവകയിൽ തന്നെ മാസാദ്യ വെള്ളിയാഴ്ച ഭക്തി കുമ്പസാരിച്ച് കുർബാന കൈക്കൊള്ളുക. 9 മാസാദ്യ വെള്ളിയാഴ്ചകളിൽ അടുപ്പിച്ച് കുമ്പസാരിച്ച് കുർബാന കൈക്കൊള്ളുന്നവരെ മനസ്സമയത്ത് കർത്താവ് കൈവിടില്ല. അവരുടെ മനസ്സമയത്തും കുർബാന സ്വീകരിക്കാനും ഒപ്പരിശുമായി സ്വീകരിക്കാനുള്ള അവസരം കർത്താവ് കൊടുക്കും. അത് പാരലൽ മോണിയിൽ മാർഗരറ്റ് മേരി അലക്കൊക്കിന് ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞതാണ്. ഈശോയുടെ ഹൃദയം തുറന്നാണ് പ്രത്യക്ഷപ്പെട്ടത്. 12 വാഗ്ദാനങ്ങളും കൊടുത്തു. നിങ്ങൾക്കറിയാം, ഇല്ലെങ്കിൽ പഠിക്കണം. വിശുദ്ധ കുർബാന സ്വീകരണം, തിരുഹൃദയ ഭക്തി രണ്ടും വെളിപ്പെടുത്തി. ഈശോയുടെ തിരുഹൃദയ ഭക്തി വീട്ടിലുള്ളവർക്ക്, സമർപ്പണമുള്ളവർക്ക് അതുപോലെ സംരക്ഷണം കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ നിങ്ങൾ വേണമെങ്കിൽ വേറൊരു വീഡിയോ ഞാൻ പറയാം. ഞാൻ വിശുദ്ധ കുർബാനയെപ്പറ്റി മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പോഴേ ഈ അമ്മച്ചി 9 ആദ്യ വെള്ളിയാഴ്ചയല്ല, എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും ഭക്തിയായിരുന്നു. മരിക്കാറായി കിടക്കുമ്പോഴും മകൻ KM ജോസഫ് സാറ്, എൻ്റെ അമ്മയുടെ ആങ്ങള, SP കോളേജിലെ പ്രൊഫസറായിരുന്നു ചങ്ങനാശ്ശേരിയിൽ. ആദ്യ വെള്ളിയാഴ്ച അച്ഛനെ വിളിച്ച് കുമ്പസാരിപ്പിച്ച് അവസാനമായപ്പം ശരീരമായിട്ട് ഭക്ഷിക്കത്തില്ല, രക്തമായിട്ട് തുള്ളിയായിട്ട് ആ നാക്കിൽ ഒഴിച്ചു കൊടുക്കുമായിരുന്നു. അവസാനം ഓപ്പറേഷനുമായും കിട്ടി. വിശുദ്ധ കുർബാനയും സ്വീകരിച്ച് ഭാഗ്യപ്പെട്ട മരണം പ്രാപിച്ചു. മരിച്ചത് 1959 ജൂൺ ആദ്യ വെള്ളിയാഴ്ച. ഹല്ലേലൂയ, തമ്പുരാൻ്റെ വാക്കോർക്കൂ. ഈ അമ്മച്ചി ഞങ്ങൾ കുഞ്ഞാലും പറയുമായിരുന്നു, ഞാൻ ആദ്യ വെള്ളിയാഴ്ചയും മരിക്കും. മക്കളോടും പറയുമായിരുന്നു. നല്ല നിശ്ചയമായിരുന്നു. നോക്കൂ, പഴയ നമ്മുടെ ആളുകളുടെ നിശ്ചയദാർഢ്യവും ആ ശുഭാപ്തി വിശ്വാസം, അത് ഞാൻ പറയും, ഭയങ്കര ശുഭാപ്തി വിശ്വാസം. ഞാൻ നോക്കൂ, ആദ്യ വെള്ളിയാഴ്ചയും മരിക്കും. അത്രമാത്രം ദിവ്യഗാനത്തിലെ ഈശോയെ സ്നേഹിച്ചവൾ ആയിരുന്നു എൻ്റെ വല്യമ്മച്ചി. ഇത് എൻ്റെ മുറികളിൽ തുറക്കുന്നുണ്ടായിരുന്നു ചെറുപ്പത്തിൽ. ആദ്യ വെള്ളിയാഴ്ച പോകണം, സംസാരിക്കണം, കുർബാന കൈക്കൊള്ളണം. കൃത്യം 9 വെച്ചല്ല, പിന്നെയോ ഞാൻ എല്ലാ ആദ്യ വെള്ളിയാഴ്ച വൈദികനായപ്പം പിന്നെ എന്നും കുർബാനയുണ്ട്, എന്നും കുർബാന ചൊല്ലുന്നു. എന്നാൽ ആദ്യ വെള്ളി എനിക്കൊരു പ്രത്യേക വെള്ളിയാണ്. എല്ലാ വെള്ളിയും പ്രത്യേകമാണ്. ഞാൻ പറയും, ഞായറാഴ്ചയേക്കാൾ ഒരു പക്ഷേ പ്രധാനപ്പെട്ടത് അവർ ക്രിസ്ത്യാനിക്കുന്നത്. കാരണം അന്നാണ് ഈശോ നമുക്ക് വേണ്ടി ക്രൂശിതനായത്. അന്നാണ് ഹൃദയം പൊട്ടിച്ച് ശരീരവും രക്തവും നമുക്ക് തന്നത്. അവസാനത്തെ അത്താഴത്തിൽ പറഞ്ഞ ആ ശരീരവും രക്തവും നമുക്ക് പങ്കുവെക്കുന്നത് വെള്ളിയാഴ്ചയാണ്. നമുക്കറിയാം, കാവുൽത്താ ബലിയും അവസാനത്തെ അത്താഴവും ഒന്നിച്ചു പോകുന്നതാണ്, ഒന്നിച്ചു കൂടുന്നതാണ് ഇന്നത്തെ കുർബാന, ഇന്നത്തെ ബലി എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആരാധനാക്രമത്തെപ്പറ്റിയോ ബലി അർപ്പണക്രമത്തെപ്പറ്റിയോ ഒന്നുമല്ല പറയുന്നത്. അതിനൊക്കെ അതീതമായി ഒന്ന് ജീവിക്കണം നമ്മൾ. അതെ, വിശുദ്ധ കുർബാന ഏതെങ്കിലും റീത്തിലോ കുറേ നിയമത്തിലോ കുർബാനിലെ പ്രസംഗത്തിലോ പാട്ടിലോ തളച്ചിടേണ്ടതല്ല. വ്യക്തമായിട്ട് എല്ലാവർക്കും സംലഭ്യമാക്കണം. ഏത് റീത്തിലായാലും, ഏത് പള്ളിയിലായാലും, എവിടെയായാലും. അത് എനിക്ക് പറയാനുള്ള വേറൊന്നുമില്ല.
നിയമങ്ങൾ അതിൻ്റെ പാടെ പോകട്ടെ, പക്ഷേ ഹൃദയത്തിൽ ഈ നിയമങ്ങൾക്കെല്ലാം അതീതമായിട്ട് ഈശോ കണ്ടുമുട്ടി ഈശോയുടെ ശരീരവും രക്തവും ഭക്ഷിച്ച് പാനം ചെയ്ത് ഒന്നായി ജീവിക്കണം. ഇത് എന്നെ വിമർശിക്കും പലരും. പക്ഷേ നമ്മൾ ഓർക്കണം, ഈശോ നിയമങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നവൻ, അവൻ ശാപത്തിൻ്റെയും കർത്താവാണ് എന്ന്. ഓക്കെ, ഞാനതിലേക്ക് കിടക്കുന്നില്ല. അപ്പോൾ ആദ്യ വെള്ളിയാഴ്ചത്തെ ഭക്തി ഇന്ന് ഏറെപ്പേർ അനുഷ്ഠിക്കുന്നുണ്ട്, ഏറെപ്പേർക്കില്ല. ചെറുപ്പത്തിലെ ആളുകൾക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമുക്ക് ആദ്യ വെള്ളിയാഴ്ചയുടെ മഹാത്മ്യം അത് മനസ്സിലാക്കാൻ ഇടയാകട്ടെ. അന്ന് കുമ്പസാരിച്ച കുർബാനയ്ക്കുള്ളെന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാന സ്വീകരണം. എനിക്കിതൊക്കെയറിയാം, കർത്താവ് ചില ഭാഗ്യങ്ങൾ തന്നിട്ടുണ്ട്, അനുഗ്രഹങ്ങൾ. നിങ്ങൾക്ക് എൻ്റെ കയ്യിലെ മുറിവൊക്കെ കണ്ടു കാണും. എനിക്കെല്ലാം കിട്ടുന്ന വെള്ളിയാഴ്ചയാണ്. അത് വ്യാഴാഴ്ച രാത്രി പ്രാർത്ഥന സമയത്ത് തുടങ്ങും എൻ്റെ മുറിവുകൾ. പിന്നെ ഒരു ഗെത്സമൈൻ അനുഭവമാണ്. ആദ്യ വെള്ളിയാഴ്ച കൂടുതൽ ഞാൻ പരസ്യമായിട്ട് പറയുകയാണ്. അത് സ്റ്റിഗ്മാത്ത ഒക്കെ ആളുകൾ പറയും, ഒന്നുമല്ല. അതൊക്കെ ഫ്രാൻസിസ് അസീസിക്കും പദ്രപ്പിയോ പുണ്യോമാർക്കാണ്. ഇത് ഭാവിയായ എനിക്ക് സഹനത്തിന് തന്ന ദാനം. ഈശോയുടെ സഹനത്തിൽ പങ്കു ചേർന്ന് വചനം പ്രഘോഷിക്കാൻ. ഈശോ കൂടെ പറയുമായിരുന്നു, എനിക്ക് ജെറുസലേമിൽ പോകണം, സഹിക്കണം, മരിക്കണമെന്ന്. അപ്പോൾ ഏത് വചനപ്രഘോഷകനും അതുപോലെ ആയിരിക്കണം. സഹനങ്ങൾ ഏറ്റെടുത്ത് കുരിശെടുത്ത് പിന്നാലെ പോയേ മതിയാവും. അതിന് കർത്താവ് എനിക്ക് തന്ന എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം. ഞാനൊരു പാപിയാണ്. എൻ്റെ കൂടെ ധ്യാനിക്കുന്നവരുടെയും എൻ്റെ കൂടെ വ്യാപരിക്കുന്നവരുടെയും പാപത്തിൻ്റെ പരിഹാരമായി ഈശോ അങ്ങനെയാണ് സഹനങ്ങൾ ഏറ്റെടുത്തത്. അപ്പോൾ ആ ഈശോയുടെ സഹനത്തിൽ പങ്കുകൊള്ളാൻ, ഈശോയുടെ സഹനത്തിൻ്റെ പൂർത്തീകരണത്തിനായി കർത്താവ് തന്ന ഒരു സമ്മാനം, ദാനം. അതുകൊണ്ടാണ് ഇതിൽ സന്തോഷിക്കുകയാണ് ഞാൻ. ഒരിക്കലും ഇത് പഞ്ചക്ഷരങ്ങൾ എന്ന് പറയരുത്. അതൊക്കെ പുണ്യവന്മാർക്കാണ്. പുണ്യവനായിട്ട് കിട്ടിക്കോട്ടെ. ഹല്ലേലൂയ. ഞാനിപ്പോൾ ഒരു പാപിയാണ്. എനിക്ക് അത് എല്ലാ ആഴ്ചയും ഞാൻ കുമ്പസാരിക്കുന്നതാണ്. എല്ലാ ദിവസവും ആത്മശോധനയും ചെയ്യും. ഇത് പുണ്യത്തിൻ്റെ ഒരു അടയാളമല്ല, പിന്നെ സഹനത്തിൻ്റെ അടയാളം. ഈശോയുടെ സഹനത്തിൽ പങ്കുചേരാൻ എനിക്ക് കിട്ടിയ വിളിയാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ 200-250 മില്ലി ചോര പോവും, 5 മുറിവിൽ കൂടി. ആദ്യ വെള്ളിയാഴ്ച ആണെങ്കിൽ ഡബിൾ പോവും. വിശുദ്ധ വാരത്തിലാണെങ്കിൽ ഇങ്ങേറ്റം എൻ്റെ പകുതി ചോരയും പോയിട്ടുണ്ട്, 2.5 ലിറ്റർ. എനിക്കുണ്ടാകുന്ന അനുഭവം ഇതാണ്, ഗെത്സമൈൻ അനുഭവവും ഗാഗുൽത്ത അനുഭവവും. ഞാൻ വ്യാഴാഴ്ച വെള്ളിയാഴ്ചയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, ദിവസക്കാരുടെ സന്നിധിയിലായിരിക്കുമ്പോൾ എനിക്ക് ഒരു വലിയ ദിവ്യാനുഭൂതി ഉണ്ടാകും. ഇംഗ്ലീഷിൽ എക്സ്റ്റസി എന്ന് പറയും. എൻ്റെ ശരീരം, എൻ്റെ ഭൗമിക ശരീരം ആത്മീയ ശരീരത്തിനും വേർപെടുന്നു. അങ്ങനെ ദൈവത്തോടുകൂടി ആയിരിക്കാനും ദിവ്യാനുഭവങ്ങൾ അനുഭവിക്കാനും കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത, ഹൃദയം അനുഭവിച്ചിട്ടില്ലാത്ത അനുഭവങ്ങൾ, ശുദ്ധിയാത്മാക്കൾക്കുള്ള ശുശ്രൂഷ ചെയ്യുവാനുള്ള ഭാഗ്യം, ഇങ്ങനെ ദൈവികമായിട്ട് സ്വർഗത്തിലെ ബലിയിൽ പങ്കുകൊള്ളാനുള്ള ഭാഗ്യം, അത് ഞാൻ വേറെ എപ്പിസോഡിൽ വിശദീകരിക്കാം. ഇതെല്ലാം എനിക്കുണ്ട്. ആ തമ്പുരാൻ തന്നു വേറൊന്നിനും വേണ്ടിയല്ല, വചനം ഘോഷിക്കാനായിട്ടാണ്. ആളുകളെ വിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും വളർത്താൻ. എൻ്റെ മേന്മ കൊണ്ടല്ല, ഞാൻ ഒരു കഴുത മാത്രം. ഈശോ തോളിൽ പേറ്റി ജെറുസലേം ദേവാലയത്തിലേക്ക് പോയ കഴുതയെപ്പോലെ. ചിലപ്പോഴൊക്കെ ഞാൻ അഹങ്കരിച്ചാൽ എനിക്കറിയാം എൻ്റെ പുറത്തുനിന്ന് ഈശോ പോകുമെന്ന്. കഴുത പുറത്തുനിന്ന് ഈശോ ഇറങ്ങിപ്പോകും. നമ്മൾ പറഞ്ഞ തമാശ പറയാറുണ്ട്. ജെറുസലേം ദേവാലയത്തിലേക്ക് കഴുത ഈശോയോട് പോയപ്പം എല്ലാവരും ഓശാന വിളിച്ചു, കൈയടിച്ചു. പാവം കഴുത ഓർത്തു എനിക്കാന്ന്. അവൻ വാ വിളിച്ചു അപ്പോൾ തന്നെ ഈശോ ചാടി ഇറങ്ങി പള്ളിയിലേക്ക് കയറി, ദേവാലയത്തിലേക്ക് കയറിയെന്ന്. അതുപോലെ ഞാനും അഹങ്കരിക്കുന്നുണ്ട്. അഹങ്കരിക്കാതിരിക്കാൻ എനിക്കൊണ്ട് പ്രാർത്ഥിക്കണേ. എൻ്റെ തോളിൽ ഈശോയെ കണ്ടാണ്ടാണ് കൈയടിക്കുന്നതും നിങ്ങൾ സ്നേഹം തരുന്നതും ഉമ്മ തരുന്നതും ഒക്കെ എനിക്കറിയാം, എന്നെ അല്ല. അപ്പോൾ ആ ഈശോ എന്നെ ഉപയോഗിക്കുന്നുണ്ട് വചനപ്രഘോഷത്തിന്. അവനാണ് എന്നോട് പറഞ്ഞ് പോകൂ, ദൈവരാജ്യം പ്രഘോഷിക്കുക. അപ്പോൾ അത് എൻ്റെ ജീവിതം മുഴുവൻ അതാണ് കഴുതയുടെ പണി. അപ്പോൾ ഈ കഴുതയ്ക്ക് അത് ഈ മുറിവും തന്നു. എന്തിന്? ഈശോയെ പ്രഘോഷിക്കാൻ, ശക്തമായി പ്രഘോഷിക്കാൻ. ഈ മുറിവുകളെ പറ്റി ഞാൻ പിന്നീട് പറയാം, ഒരവസരം കിട്ടിയെങ്കിൽ. ഓരോ വേദനകളും കർത്താവിൽ എന്നെ ശക്തിപ്പെടുത്തുന്നു.
എന്നെ കൂടുതൽ സന്തോഷത്തിൽ വളർത്തുന്നു, ശക്തിയിൽ വളർത്തുന്നു മക്കളെ. അത് കർത്താവിൻ ധാരാളം പേരെ ഈ കുരിശിലെ സഹനത്തിലേക്ക് വിളിക്കുന്നുണ്ട്. കാരണം പാപം വർദ്ധിക്കുന്നു, പാപികളുടെ എണ്ണം വർദ്ധിക്കുന്നു. വിശുദ്ധരാകാനുള്ളവരെ വിശുദ്ധീകരിക്കാൻ, അവിടുത്തെ രക്തം സംരംഭ്യമാക്കാനായിട്ട് ധാരാളം പേരുടെ രക്തം, ധാരാളം പേരുടെ മുറിവുകൾ അവിടുത്തെ മുറിവിനോട് അവിടുന്ന് ചേർത്ത് വയ്ക്കുന്നു. അങ്ങനെയുള്ള ധാരാളം പേര് ഞാൻ കണ്ടുമുട്ടുന്നുണ്ട്, അവരുമായി ബന്ധപ്പെടാറും ഉണ്ട്. അതൊരു ശക്തിയാണ്, അത് സന്തോഷമാണ്. ഓക്കെ, ഞാൻ പറഞ്ഞത് ആദ്യ വെള്ളിയാഴ്ചത്തെ ആ ഭക്തി. അപ്പോൾ വെള്ളിയാഴ്ച വരുമ്പോൾ ഓർക്കണം, ഈശോയുടെ സഹനം, നമുക്ക് വേണ്ടി സഹിച്ച ഈശോ, നമുക്ക് വേണ്ടി കുരിശിൽ ത്യാഗം ചെയ്ത് ജീവനെ തന്ന ഈശോ, നമുക്ക് വേണ്ടി ചങ്ക് പിളർന്ന് തിന്നാൻ തന്നവൻ, രക്തം തുളി തുള്ളിയായി തന്നു കുടിക്കാനായിട്ട്. അപ്പോൾ ഈശോയുടെ തിരുഹൃദയത്തെ തുറിച്ചു നോക്കണ്ട, ആ തിരുഹൃദയ ഭക്തിയിലായിരിക്കേണ്ട, അത് നിമിഷം ആണ്. അവിടെയാണ് നമ്മൾ അത് വിശുദ്ധീകരിക്കപ്പെടേണ്ടത്, ശക്തീകരിക്കപ്പെടേണ്ടത്. കഥാന് വലിയ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവേണ്ടത്. അത് നമുക്കറിയാം, ദീപികാരണ്യം അവിടെയാണല്ലോ ഇതെല്ലാം. ഞാൻ പറഞ്ഞല്ലോ, വിശുദ്ധ കുർബാനയും ദീപികാരണ്യവും അതുപോലെ കുരിശും എല്ലാമുള്ള ബന്ധങ്ങൾ ഞാൻ നിങ്ങളുടെ കൂടെ അത് പറയുന്ന ഒന്നാണല്ലോ. നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 17-ാം അധ്യായത്തിൽ ഈശോ പറയുന്ന വാക്ക് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അവിടുത്തെ ആ സ്നേഹം എത്രമാത്രം നമ്മൾ പൂർണ്ണരായിരിക്കാനായിട്ട് അവിടുന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അത് നൽകുന്നു എന്ന് അത് പറയുന്ന ഭാഗങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും. അവിടുത്തെ ആ വലിയ സ്നേഹം തന്നെ കീറിമുറിച്ച് തൻ്റെ ശരീരവും രക്തവും പൂർണ്ണമായി തന്നുകൊണ്ട്, തൻ്റെ ജീവനെ തന്നെ തന്നുകൊണ്ട് ആണ്. അവിടെയാണ് നമ്മൾ വിശുദ്ധീകരണം പ്രാപിക്കേണ്ടത്, അത് സത്യത്തിൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടത്. യോഹന്നാൻ 17:19 പറയുന്നു, യോഹന്നാൻ 17:19, അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർ, അവർക്ക് വേണ്ടി കൂടിയാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എവിടെയാണ് നമുക്ക് വിശുദ്ധീകരിക്കപ്പെടേണ്ടത്? ലോകത്തിൻ്റെ അല്ലാതെ വിശുദ്ധീകരിക്കപ്പെടുവാൻ, അതാണ് കോൺസക്രേഷൻ. ലോകമാലിന്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് അത് വിശുദ്ധിക്കാനുള്ള സമർപ്പണം. അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് കോൺസക്രേഷൻ. കോൺസക്രാരെ എന്ന് ലത്തീനിൽ പറയും. അതായത് വിശുദ്ധിയോടുകൂടി ചേർന്ന് വിശുദ്ധരാകുക, അതാണ് എൻ്റെ അർത്ഥം. അതെ, ഏറ്റവും പരമവിശുദ്ധിയിലായിരിക്കുന്നവൻ, അതിവിശുദ്ധിയിലായിരിക്കുന്നവൻ ഈശോ ആണ്, ദൈവമാണ്. ഈശോയുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നതാണ്, ആ സമർപ്പിക്കലാണ് അതിവിശുദ്ധീകരണം. ഞാൻ പലപ്പോഴും പറയും, അതുകൊണ്ടാണ് ഈ കോൺസക്രേഷൻ, വിശുദ്ധീകരണം മറ്റ് ഹൃദയങ്ങളോടല്ല, ഈശോയുടെ ഹൃദയത്തോടായിരിക്കണം. ഇന്ന് ആ ഭക്തി പലയിടത്തും പോയിരിക്കുന്നു. അതുകൊണ്ടാണ് വീടുകളിലാണെങ്കിലും തിരുഹൃദയ രൂപം വെക്കുന്നതും. തിരുഹൃദയ ഭക്തി, ആ തിരുഹൃദയത്തോടുള്ള സമർപ്പണം, വ്യക്തിയും കുടുംബവും സ്ഥലവുമെല്ലാം ഈശോയുടെ ഹൃദയത്തെയാണ് അർപ്പിക്കേണ്ടത്. യേശു കേന്ദ്രീകൃതമായ ജീവിതം. ഇന്ന് ഒത്തിരി വ്യതിചലനം വന്നിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ തരമില്ല. ഞാനൊരു വീഡിയോ പറഞ്ഞവരൊക്കെ ഇഷ്ടപ്പെട്ട് കാണുകയില്ല. എല്ലാവരും ഇഷ്ടപ്പെടുത്തുവാനല്ല ഞാൻ പറയുന്നത്, സത്യമാണ് പറയാണ്. സത്യം ആരാണ്? ഈശോ ആണ്. സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടണം നമ്മൾ. അതിനു വേണ്ടിയിട്ട് അവനോടുകൂടി ക്രൂശിക്കപ്പെടണം, അവനോടുകൂടി ആയിരിക്കണം. ഇതാണ് കോൺസക്രേഷൻ. ഒന്നിച്ചു ചേർന്ന് വിശുദ്ധീകരിക്കുക എന്ന് പറയാം മലയാളത്തിൽ ആ വാക്കിന്. അപ്പോൾ അതിവിശുദ്ധിയിലായിരിക്കുന്നവനുമായി ഒന്നാകുക. ആ വിശുദ്ധി പങ്കുപറ്റിയ ധാരാളം പേരുണ്ട്. മാതാവുണ്ട്, ഔഷപിതാവുണ്ട്, വിശുദ്ധരല്ല. നമ്മളെല്ലാം അതിൽ പങ്കുപറ്റുന്നതാണ്. നമ്മളും വിശുദ്ധരാ. നമ്മുടെ ആദ്യ നൂറ്റാണ്ടിൽ വിളിച്ചിരുന്നത് അങ്ങനെയാണ്, ക്രിസ്ത്യാനികളെ വിശുദ്ധർ എന്നാണ് വിളിച്ചിരുന്നത്. ഇന്നും നമ്മുടെ ചില പ്രാർത്ഥനകളിൽ പറയുന്നുണ്ട് ജീവിക്കുന്ന വിശുദ്ധർ എന്ന്. നമ്മളായിരിക്കണം. ഈ വിശുദ്ധരായിത്തീരുന്നത്, അതിൻ്റെ ആ വിശുദ്ധിയുടെ കേന്ദ്രം ഈശോയുടെ ഹൃദയമാണ്. അത് മറക്കരുത്. അതുകൊണ്ടാണ് ഈശോയുടെ ഹൃദയത്തോടുള്ള സമർപ്പണം, കോൺസക്രേഷൻ ടു ദ സെക്കൻഡ് ഹാർട്ട് ഓഫ് ജീസസ്. അതുപോലെ തന്നെ കുടുംബത്തെ ഈശോയുടെ ഹൃദയത്തിൽ അർപ്പിച്ച് ഹൃദയം കേന്ദ്രമാക്കുക. ഞാൻ മാതാവിൻ്റെ ഭക്തി വേണ്ടെന്നോ ഔഷപിതാവിൻ്റെ ഭക്തി വേണ്ടെന്നൊന്നും പറയുന്നില്ല.
അവർക്കൊക്കെ സമർപ്പണമൊക്കെ നടത്തി പോകാനേ. പക്ഷെ അത് അല്ല, യഥാർത്ഥ വിശുദ്ധിക്കുള്ള സമർപ്പണം നടത്തുന്നത് ഈശോയുടെ ഹൃദയത്തിൽ ആണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് അത് സമർപ്പിക്കപ്പെട്ട മാതാവ് തന്നെ അർപ്പിച്ചു. വിശുദ്ധന്മാരും അർപ്പിച്ചുകൊണ്ട് അവർ വിശുദ്ധരായത്. അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മാതാവ് ഈശോയുടെ ഹൃദയത്തിൽ എന്നെ അർപ്പിക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നാണ് മാതാവിനോട് പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെ സമർപ്പണം പൂർണ്ണമായിരിക്കാൻ പ്രാർത്ഥിക്കണമേ എന്ന് മാതാവിനോട് പ്രാർത്ഥിക്കേണ്ടത്. അതുപോലെ ഔസേപ്പ് പിതാവിനോടും. അത് മാതാവിൻ്റെ ഹൃദയത്തോടല്ല അർപ്പിക്കേണ്ടത് എന്ന് ഞാൻ പറയും. അത് അർപ്പണം യേശുവിന് മാത്രം. യേശു മാത്രം ഏകദൈവം. ചങ്ക് പൊട്ടിച്ചെന്ന ഏകദൈവം യേശു മാത്രം. അതെ, ചോരയും നീരും തന്നവൻ അവൻ മാത്രം. വേറാരുമില്ല എന്നോർക്കണം. അവരൊക്കെ അത് കണ്ടു നിന്നവരും അനുഭവിച്ചവരും അത് മറ്റവർക്കുണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുന്നവരുമാണ്. അതുകൊണ്ടാണ് സഭ പോലും, സത്യസഭ പോലും പറയുന്നത്, കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധ കന്യകാമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വിശുദ്ധ ഔസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അവരൊക്കെ അപേക്ഷിക്കുന്നവരാണ്. അവർ ദൈവമാകാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് അവരുടെ ഹൃദയത്തിലേക്ക് നമ്മൾ അർപ്പിക്കാനും ആഗ്രഹിക്കുന്നില്ല. അവരാരും നമ്മുടെ ഹൃദയത്തിൻ്റെ കേന്ദ്രമാകാനും ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് അമ്മ ആഗ്രഹിക്കുന്ന തൻ്റെ മകൻ ദൈവത്തിൻ്റെ മകനാണെന്ന് നല്ലോണം അറിയാം. ദൈവരാജ്യം അവനിലൂടെയാണെന്നറിയാം. എല്ലാം അറിയാവുന്ന അമ്മയ്ക്ക് അറിയാം തൻ്റെ മകൻ്റെ ഹൃദയത്തിലേക്കാണ് തന്നെ വിശ്വസിക്കുന്നവർ സമർപ്പിക്കേണ്ടത് എന്ന്. എങ്കിൽ ഒരു വിഷയം പലയിടത്തും മാതാവ് കണ്ണീരൊഴുക്കാൻ കാരണം അതല്ലേ എന്ന് ഞാൻ ചിലപ്പോൾ പ്രാർത്ഥന ചിന്തിച്ചു പോകാറുണ്ട്. ചെയ്യേണ്ടത് ചെയ്യുന്നില്ല. മാതാവ് ആഗ്രഹിക്കുന്ന തൻ്റെ മകൻ്റെ ഹൃദയത്തിൽ എല്ലാവരും പറ്റിച്ചേർന്നിരിക്കാനായിട്ടും അവിടെ സമർപ്പിച്ച് വിശുദ്ധീകരിക്കാനാണ് അവൾ പ്രാർത്ഥിക്കുന്നതും അതിനുവേണ്ടിയാണ്. അതുകൊണ്ട് അമ്മ ഇനി വ്യാകുലപ്പെടുകയാണ്, ധാരാളം പേർ തെറ്റി എന്ന് കണ്ടുകൊണ്ട്. അതുകൊണ്ട് അവരൊക്കെ നേർക്ക് വഴിക്കുവന്ന് ഈശോയുടെ ഹൃദയത്തിൽ അർപ്പിക്കാൻ അവൾ പ്രാർത്ഥിക്കുന്നു. ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ ക്ഷമിക്കൂ. ഞാൻ സത്യം തുറന്നു പറയുന്നു. നിങ്ങളെ ഈശോയുടെ ഹൃദയത്തിൽ അർപ്പിക്കുന്നു. ഞാൻ പറഞ്ഞത് മാഷാദ്യ വെള്ളി ഭക്തിയാണ്, ദിവ്യകാരുണ്യ ഭക്തി. ഒരു നിമിഷം കണ്ണടയ്ക്കും. കാരണവർ കർത്താവി എൻ്റെ വല്യമ്മച്ചിയുടെ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയായിരുന്നു ദിവ്യകാരുണ്യ ഭക്തിയെപ്പറ്റി. കർത്താവി വളരുവാൻ കൃപ കൊടുക്കൂ. അതോടനുബന്ധിച്ച് അല്പം സമർപ്പണത്തെപ്പറ്റിയും പറഞ്ഞു. ഈശോയുടെ ഹൃദയത്തോടുള്ള അർപ്പണം, ആ ഹൃദയം വെളിവാക്കപ്പെട്ടത് ഈശോനാഥ ആ പാരലൽ മോണിയൽ മർഗരീത്ത മറിയത്തിന് കൊടുത്ത വാഗ്ദാനങ്ങളിലാണ്. പരമ്പരാഗതമായിട്ട് അന്നു മുതലാണ് ഈ സമർപ്പണം, കോൺസക്രേഷൻ ആരംഭിച്ചത് കത്തോലിക്ക സഭയിൽ. ഇനി പലരും മറന്നുപോയിരിക്കുന്നു. ഈശോനാഥ പലയിടത്തും മാതാവ് താൻ അമനോത്ഭയാന്ന് പറഞ്ഞു, അമ്മയാന്ന് പറഞ്ഞു. ഇതൊക്കെ എടുത്തുകൊണ്ട് ഈ സമർപ്പണത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ പോകുന്നുണ്ട് എന്ന് ഓർക്കുമ്പോൾ സങ്കടം എനിക്കുമുണ്ട്. അവരെല്ലാവരും സത്യം തിരിച്ചറിഞ്ഞ് സത്യത്തിൽ വിശുദ്ധീകരിക്കപ്പെടാൻ ഞാൻ ഈശോയോടൊപ്പം പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങ് പ്രാർത്ഥിച്ചു എങ്ങനെയാണല്ലോ, ഞാൻ ലോകത്തിൻ്റേതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റേതല്ല, അവരെ അങ്ങ് സത്യത്തിൽ വിശുദ്ധീകരിക്കണമേ. അങ്ങ് എന്നെ അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ആ കുരിശിൽ അങ്ങേ തന്നെ വിശുദ്ധീകരിച്ചത്, അങ്ങേ തന്നെ സമർപ്പിച്ചത്, പിതാവിനർപ്പിച്ചത് ഞങ്ങളെയും കൂടെ കൂട്ടിയാണ്. അതെ, അങ്ങയുടെ സമർപ്പണത്തിൽ ഞാനും ഇത് കേൾക്കുന്ന എല്ലാവരും ഉണ്ടായിരുന്നു. ഈ ബോധ്യം എൻ്റെ മക്കൾക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരെയും ഈശോയുടെ ഹൃദയത്തിൽ അർപ്പിക്കാൻ ആശീർവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.